ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലൊരു പകൽ സമയമാണ് ഇത്. നിങ്ങൾ ഓരോരുത്തരും ഒത്തിരി ത്യാഗം സഹിച്ചും യാത്ര ചെയ്തും രാത്രിയിലൊക്കെ ഉറങ്ങാതെയും ബസ്സിലും കാറിലുമൊക്കെയായി വന്നവരാണ്. സമീപത്തു നിന്നും നല്ലവരായ അയൽവാസികരായിട്ടുള്ള ആളുകളും ഈ പരിസരത്തുള്ള വ്യക്തികളും ദൂരെയുള്ള ആളുകളുമൊക്കെ ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്, ഇവിടെ ഞാൻ നിൽക്കുന്നത് ആരെയും മാറ്റി നിർത്താതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ആരെയും മാറ്റി നിർത്തരുത്. ഒരു കാരണത്തിൻ്റെ പേരിലും ആരെയും മാറ്റി നിർത്തരുത്. നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വരുന്ന വ്യക്തി ചിലപ്പോൾ ഒരു ആർസിക്കാരനായിരിക്കാം. നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരാൾ ഒരു ലാറ്റിൻ സഭയിൽ പള്ളി പോകുന്ന ഒരാളായിരിക്കാം. നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരാൾ യാക്കോബായ് സഭയിലെ ഒരാളായിരിക്കാം. നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരു ഓർത്തഡോക്സ് സഭയിൽ പോകുന്ന ഒരാളായിരിക്കാം. ഒരു CSI കാരനായിരിക്കാം, ഒരു മാർത്തോമക്കാരനായിരിക്കാം, ഒരു അക്രൈസ്തവനായിരിക്കാം, ഒരു പെന്തക്കോസ്തക്കാരനായിരിക്കാം. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നേക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്നെ ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നതാണ്. അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അതാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ള നിയോഗം. മുഖം നോക്കാതെ, അതിരുകൾ വെട്ടി ഭിത്തി നിർമ്മിച്ച് അപ്പുറത്ത് കുറേ പേരെ മാറ്റി നിർത്താതെ, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒരു മനസ്സോടും ഒരു വിശ്വാസത്തിലുമാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ തരം വ്യത്യാസങ്ങളില്ല. നിന്റെ മുമ്പിൽ വരുന്നവൻ ഒരു പൈസക്കാരനായിരിക്കും, അടുത്തയാൾ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളായിരിക്കും, വേറൊരാൾ ഒരിടത്തരക്കാരനായിരിക്കും, മറ്റൊരാൾ യോഗ്യനായ ഒരാളായിരിക്കും, നിന്റെ മുമ്പിൽ മറ്റൊരാൾ അയോഗ്യനായിരിക്കും, വേറൊരാൾ വലിയ ഭംഗിയില്ലാത്ത ഒരാളായിരിക്കും, വേറൊരാൾ ഒത്തിരി ഭംഗിയുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നത നിലയിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം, വേറൊരാൾ ഒരു വളരെ ഒന്നുമല്ലാത്തൊരു നിലയിലായിരിക്കാം. ആരെയും മാറ്റി നിർത്തരുത്. എല്ലാവർക്കും വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന ഓരോ നിയോഗങ്ങളും, ഈ വ്യക്തി ഏത് പള്ളിയിൽ പോണ ആളാണ്, ഈ വ്യക്തി ഏത് വിശ്വാസത്തിലാണ് നോക്കുന്നത്, അത് നോക്കിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്നത്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, അവകാശികളാണ്. ഒരു വ്യത്യാസവുമില്ല. പാപിയെന്നോ വിശുദ്ധനെന്നോ വ്യത്യാസമില്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒരുപോലെയാണ്. നിങ്ങളെ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് ഞാൻ കാണുന്നത്. കാരണം അതൊരു പുകഴ്ചയുടെ വാക്ക് പറഞ്ഞതല്ല, പുകഴ്ത്തിലിൻ്റെ വാക്കല്ല. ആരെക്കൊണ്ട് പറ്റും ഈ നല്ല പകൽ സമയം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, എന്തെല്ലാം യാത്ര ചെയ്യാം, ഈ ചൂട് ആവിയുള്ള എല്ലാം സഹിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് നല്ലൊരു മനസ്സ് വേണ്ടേ, അങ്ങനെ ഒരു നല്ലൊരു മനോഭാവം വേണ്ടേ? എല്ലാവർക്കും ഇത് സാധിക്കുമോ? നിങ്ങൾ തന്നെ എത്രയോ പേരെ വിളിച്ചു, അവരൊക്കെ വരുന്നില്ലെന്നായിരിക്കും പറഞ്ഞത്. നിങ്ങൾ സന്തോഷത്തോടെ ഇവിടെ വരുമ്പോൾ ഒരു വില കൊടുത്താണ്. എല്ലാവരെയും വേണ്ടതുപോലെ പരിഗണിക്കാനോ അംഗീകരിക്കാനോ ഒന്നും എനിക്ക് സാധിച്ചെന്ന് വരില്ല. എങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്ര ക്ഷീണമുണ്ടെങ്കിലും അതിലൊരിക്കലും ഉഴപ്പ് കാണിക്കരുതെന്നാണ് എന്നെക്കുറിച്ചുള്ള എൻ്റെ ആഗ്രഹം. ഞാൻ ഉഴപ്പിപ്പോകാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരു ഉഴപ്പ് കാണിക്കാൻ പാടില്ല. അതിൽ ഞാൻ മടുത്തു പോകാൻ പാടില്ല. അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ദൈവത്തിൻ്റെ നിയോഗം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഇന്നലെ വരെയും ഒരു സ്ഥലത്ത്, പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് ധ്യാനമായിരുന്നു. അവിടെ ധാരാളം ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. ഇവിടെ ഒരു 1:30 ആയപ്പോഴാണ് രാത്രിയിൽ എത്തിയത്. രാവിലെ 5 മണി തന്നെ എഴുന്നേറ്റ് 6 മണി തൊട്ട് ആളുകളെ കണ്ട് പ്രാർത്ഥിച്ചു. 10:40 വരെയും പ്രാർത്ഥിച്ചു. ഇനി ബാക്കിയുള്ളവരെ ഇതിന് ശേഷവും കണ്ട് പ്രാർത്ഥിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളോട് നല്ലൊരു ദൈവവചനം ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അപ്പസ്തോല പ്രവർത്തനം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം. എല്ലാവരും ശ്രദ്ധിച്ച് ഈ വചനം കേൾക്കുക. ഈ വചനം നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ സ്വരമായിട്ട് കേൾക്കുക. അപ്പസ്തോല പ്രവർത്തനം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം.
ഇതിനുശേഷം ഇതിനുശേഷം ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ച് പറയുക. ഇതിനുശേഷം ഞാൻ തിരിച്ചു വരും. ഞാൻ തിരിച്ചു വരും. ഇതിനുശേഷം ഞാൻ തിരിച്ചു വരും. അടുത്ത വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഗൗരവമുള്ളതാണ്. നിങ്ങളോട് ദൈവം സംസാരിക്കുന്നതാണ്, കേട്ടുകൊള്ളുക. ദാവീദിന്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും. കേട്ടോ എന്താ എഴുതിയിരിക്കുന്നത്? ദാവീദിന്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും, പണിതെടുക്കും. വീണുപോയ കൂടാരം, അതൊക്കെ തന്നെയാണ് നമ്മുടെ പലരുടെയും ദുഃഖം. വീണുപോയവരുണ്ട്, വലിയ കടബാധ്യതയിൽ ചെന്ന് പെട്ട് വീണ് കിടക്കുന്നവരുണ്ട്. രോഗം കൊണ്ട് ശരീരം വേദനിക്കുന്നവരും വിഷമിക്കുന്നവരുമുണ്ട്. മക്കളുടെ ഭാവി നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരുണ്ട്, വീണുപോയവരുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, ദാവീദിന്റെ വീണുപോയ കൂടാരം ഞാൻ തകർത്ത് കളയുന്നല്ല, വീണുപോയതിനെ ഞാൻ വീണ്ടും പണിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോടാ ഇത് പറഞ്ഞത്? ഇതിവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയുക, കഴിഞ്ഞതൊക്കെ സാരയില്ല, വീണ്ടും നിന്നെ ദൈവം പണിതെടുത്ത് ഉയർത്തിക്കൊണ്ടുവരും. ആമേൻ. ദൈവം പണിയുന്നത് ഏതേലും കോലത്തിലാകാനല്ല, നിന്റെ ഭാവിയും നിന്റെ ജീവിതവും മനോഹരമാകാനാണ്, കേട്ടോ. അല്ലാതെ നമ്മളെ എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടലല്ല. ദൈവം ഒരു ജീവിതത്തെ, ഒരാളുടെ ഭാവിയെ, ഒരാളുടെ സ്വപ്നങ്ങളെ പണിയുന്നത് ആ വ്യക്തിയെ മനോഹരമാക്കാനാണ്. ആമേൻ. ആരെ പണിയും? ഈ കസേരയിൽ കൂടെ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഈ വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളെയും ദൈവം പണിതുയർത്തും. അങ്ങനെ എഴുതിയിരിക്കുന്നത്, അന്ന് ദാവീദിന്റെ വീണുപോയ, അപ്പോൾ നല്ലൊരു കാലം ഉണ്ടായിരുന്നു, വീണു പോകാത്തൊരു സമയം ഉണ്ടായിരുന്നു. വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും, അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കെന്ന് എനിക്ക് തോന്നിയത് വീണ്ടും എന്ന വാക്കാണ്. വീണ്ടും. എത്ര പ്രാവശ്യം പരാജയപ്പെട്ട ആളാകാം, എത്ര പ്രാവശ്യം വീണുപോയ ഒരാളാകാം, ദൈവം നിന്നോട് പറയുന്നു, വീണ്ടും നിനക്ക് സാധ്യതകളുണ്ട്, വീണ്ടും നിനക്ക് അവസരങ്ങൾ തരും. ആമേൻ. ഒരാൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ചെറിയ കാര്യത്തിന് പോലും വലിയ വഴക്കാണ്, ഒരു സമാധാനവുമില്ല. എത്ര നാൾ മുന്നോട്ട് പോകുന്നു എനിക്ക് തന്നെ വലിയ പിടിപാടില്ല, എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ കൊടുത്ത വാക്ക്, നിന്റെ വീണുപോയി എന്ന നിന്റെ ചിന്തയിൽ വന്ന നിന്റെ കുടുംബ ജീവിതത്തെ ദൈവം വീണ്ടും പണിതെടുത്തു തരും. ആമേൻ. വീണ്ടും പണിയും. തകർന്നുപോയ നിന്റെ സാമ്പത്തികത്തെ, വീണുപോയ നിന്റെ ശരീരത്തെ. ചിലർ പറയും, എല്ലാ പാപവും ചെയ്ത് തകർത്ത ഒരു ശരീരവും മനസ്സുമാണ് എൻ്റേത്, ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല. ആ വ്യക്തിയോടും ദൈവം പറയുന്നു, ഇന്നലെ വരെയും ചെയ്യാത്ത പാപങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല, പക്ഷേ ഇന്ന് മനസ്സ് വേദനിച്ച് എനിക്കൊരു നല്ല ജീവിതം വേണം, എനിക്ക് നല്ലൊരു കാലം വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ആ ദൈവം നിന്നോട് പറയുന്നു, നിന്റെ ജീവിതത്തെ ഞാൻ വീണ്ടും 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 പണിയും. എറിഞ്ഞുകളയത്തില്ല. കഴിഞ്ഞിട്ടില്ല വാക്യം. അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും പണിയും. അടുത്തത്, അതിന്റെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന്. എവിടെ നിന്നാ? അപ്പൊ വീണുപോയത് എവിടം വരെ എത്തി? അത് തകർന്ന് അതിൻ്റെ നാശത്തിൻ്റെ അവിടം വരെ എത്തി. പക്ഷെ ബൈബിൾ പറയുവാണ്, തകർന്നു കിടക്കുന്നത് നശിച്ച രീതിയിലാണേലും, പച്ച മലയാളത്തിൽ പറയാൻ കൊള്ളൂലാത്ത വാക്കാണേലും ചിലർ പറയില്ല, ഞാൻ തകർന്നങ്ങ് മുടിഞ്ഞു എന്ന്. ആ മുടിഞ്ഞു കിടക്കുന്ന ആ വാക്ക് പറയാൻ പാടില്ല, എന്നാലും പറയാണ്, അത്രയും തകർന്നു എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു നിലയിലാണേലും അവിടെ നിന്ന് ദൈവം നിന്നെ വീണ്ടും പണിത് ഉയർത്തും. ആ വാക്കൊന്ന് വായിച്ചേ. ദാവീദിന്റെ അതിന്റെ നാശനിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഞാൻ അതിനെ പുതുക്കി പണിയും. എങ്ങനെ പണിയും? പുതുക്കി പണിയും. പുതുക്കി പണിയും. ഇതൊരു കെട്ടിടത്തെ കുറിച്ചല്ല പറയുന്നത്. ഇതപ്പുറത്ത് പെയിന്റ് അടിക്കാതെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീടിനെ കുറിച്ചല്ല, ഇത് ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അനേകരുടെ ജീവിതം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. അനേകരുടെ പ്രാർത്ഥനാ ജീവിതം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്.
അനേകർക്ക് ജീവിതത്തിന്റെ സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട നിലയിലാണ്. എന്നാൽ ഇന്ന് നോക്കൂ, എത്ര നല്ല വാക്കാ നിങ്ങളോട് ദൈവം സംസാരിച്ചതെന്ന്. ദൈവം പറയുന്നു, നിന്നെ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നെ പുതുക്കി പണിയും. പുതുക്കി പണിയും എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മലയാളത്തിൽ പറഞ്ഞാൽ പുതിയതാക്കി പണിതെടുക്കും. പുതിയതാക്കി പണിതെടുക്കും. ആദ്യത്തെ വാക്ക്, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും, പുതുക്കി പണിയും. അടുത്ത വാക്യം, അതിനെ ഞാൻ വീണ്ടും ഉയർത്തി നിർത്തും. ശ്രദ്ധിച്ചു കേട്ടോ, ഇതിനെ വീണ്ടും ഞാൻ ഉയർത്തി നിർത്തും എന്ന് എഴുതിയിരിക്കുന്നത്. എങ്ങനെ നിർത്തും? പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോ, ഇത് എന്നെ കുറിച്ചാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പുതുക്കി പണിയുന്ന ഒരു അനുഭവം നിങ്ങൾ സ്വന്തമാക്കും. ഒന്ന് കേട്ടെ, ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ അവിടെ കിടക്കാൻ സമ്മതിക്കില്ല. അതിനെ ഞാൻ പുതുക്കി പണിയും, അതിനെ വീണ്ടും ഞാൻ ഉയർത്തും, മനോഹരമായി ഉയർത്തും. ആമേൻ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് സന്തോഷത്തോടെ ഇത് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വചനമാണ് നിങ്ങളിൽ ഇന്ന് പ്രവർത്തിക്കാൻ പോകുന്നത്. ഈ വചനം നിങ്ങളിൽ ഇന്ന് ശരിക്കും പ്രവർത്തിക്കും. ദൈവത്തിന്റെ കരം നിങ്ങളിൽ കാണും. പൊട്ടിപ്പോയതുണ്ട്, ചളുങ്ങിയിരിക്കുന്നതുണ്ട്, കളറ് പോയതുണ്ട്, ഇനി ഒരു കാലത്തും എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മുൻവിധിയോടെ ഇരിക്കുന്നവരുണ്ട്. എൻ്റെ ഭാവി തീർന്നു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ, ഓ എൻ്റെ ഭാവി തീർന്നു, ഇനി അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. എത്രയോ വാഹനാപകടങ്ങൾ സംഭവിക്കുന്നു, ഒരു വാഹനം എൻ്റെ മേത്തോട്ട് വന്ന് ഇടിക്കുന്നില്ലല്ലോ. എത്രയോ പേര് പല അപകടത്തിൽ മരിക്കുന്നു, എൻ്റെ ജീവിതത്തിലാണെങ്കിൽ ഒരു അപകടവും വരുന്നില്ലല്ലോ. ആ നിന്ന നിപ്പിൽ അങ്ങ് പോയാൽ മതിയായിരുന്നു, ആ കിടന്ന കിടപ്പിൽ അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എന്ന പൊട്ടവാക്കുകൾ പറയുന്ന മനുഷ്യരുണ്ട്. അവരോടാ ദൈവം പറഞ്ഞത്, ചിലപ്പോൾ നിന്റെ വിഷമത്തിൻ്റെ അടിത്തട്ടിൽ നിന്നായിരിക്കും ആ പൊട്ട വാക്ക് നീ പറഞ്ഞത്. ദൈവം അത് സീരിയസ് ആയിട്ട് എടുക്കില്ല, ദൈവം അതിനെ വലിയ കാര്യമായിട്ട് എടുക്കില്ല. എന്നിട്ട് ദൈവം നിന്നോട് പറയും, നിന്റെ തകർന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നെ പുതുക്കി പണിയും, ഞാൻ നിന്നെ വീണ്ടും പണിതുയർത്തും, എന്നിട്ട് ഉയർത്തി നിർത്തും. ഉയർത്തി മനോഹരമായതിനെ ഉയർത്തി നിർത്തുന്നവനാ ദൈവം. ദൈവം പണിതുയർത്തി ഉയർത്തി നിർത്തും. നാളെ നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയല്ലേ? ഇത് വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ ഉള്ളവരൊക്കെ പേരെഴുതി എത്രയോ ആയിരക്കണക്കിന് നിയോഗങ്ങളായി എഴുതി വച്ചിരിക്കുന്നതെന്നറിയാമോ? കുഞ്ഞുങ്ങളുടെ പേരുകൾ. അടുത്തുള്ള പോസ്റ്റ്മാൻ ചോദിച്ചു, എന്തുവാണ് ഇത്രമാത്രം ലെറ്റർ ഇങ്ങോട്ട് വരുന്നത്? ഈ എഴുത്ത് മുഴുവൻ പൊട്ടിച്ചു വായിക്കുമ്പോൾ അവരുടെ നിയോഗങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നിയോഗങ്ങൾ ഓരോ ദിവസവും ഓരോ കെട്ടുകണക്കിനാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ആ നിയോഗത്തെ നോക്കിയിട്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ ഭാവിയെ ദൈവം ഉയർത്തി നിർത്തും, ഉയർത്തി നിർത്തും. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് വായിക്കുമ്പോൾ ഒരു നല്ല കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഒരു വാക്യത്തിൽ പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ എനിക്ക് എല്ലായിടത്തു നിന്നും കിട്ടുന്ന ഒരു സന്തോഷം ഇതാണ്, അച്ചോ നിങ്ങൾ പ്രസംഗിക്കുന്ന വചനം ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്, അതിന് ഒത്തിരി നന്ദിയുണ്ടെന്ന്. മനസ്സിലാകുന്നു എന്ന് അർത്ഥം മറ്റൊരു വാക്കിനറിയാം, ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന്. ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. വചനം ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? വചനത്തിൻ്റെ അനുഗ്രഹം അരിച്ചരിച്ച് ആ വ്യക്തിയിൽ ഇറങ്ങാൻ തുടങ്ങും. ആമേൻ. മഴ പെയ്യുന്ന വെള്ളം മണ്ണിലേക്ക് പതുക്കെ പതുക്കെ അരിച്ചരിച്ച് ഇറങ്ങി 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 വരുന്നത് പോലെ ഈ കേൾക്കുന്ന വചനത്തിന്റെ ശക്തിയും അനുഗ്രഹവും നിന്നിലും നിന്റെ കുടുംബത്തിലും പതുക്കെ പതുക്കെ അരിച്ചരിച്ച് ഇറങ്ങി ഇറങ്ങി വരും. അതുകൊണ്ട് അവർ പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, അതെൻ്റെ ഹൃദയത്തിൽ എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതെൻ്റെ ഗുണമല്ല, എൻ്റെ ശബ്ദമല്ല, ഈ മൈക്കിൻ്റെ ഗുണമല്ല, അത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാക്യം ശ്രദ്ധിക്കണം. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൽ മോശയ്ക്ക് ദൈവം കൽപ്പന കൊടുക്കുവാണ്. കൽപ്പന കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ്, വായിച്ചു കേൾക്കാം. 31-ാം അധ്യായം 18-ാമത്തെ വാക്യം. സീനായി മലയിൽ വെച്ച്, സീനായി മലയിൽ വെച്ച്, ഒരു മലയിൽ വെച്ച് മോശയോട് സംസാരിച്ചതിന് ശേഷം, മോശയോട് ദൈവം സംസാരിച്ചതിന് ശേഷം ഉടമ്പടിയുടെ 2 പ്രതികൾ, ഉടമ്പടിയുടെ 2 പ്രതികൾ, തന്റെ വിരൽ കൊണ്ട് എഴുതിയ 2 കൽപ്പലകകൾ, സ്വന്തം വിരലുകൊണ്ട് കഷ്ടപ്പെട്ടെഴുതിയ 2 കൽപ്പലകകൾ ദൈവം അവന് നൽകി. ആര് കൊടുത്തു? എന്തു കൊടുത്തു?
ദൈവം സ്വന്തം കൈകൊണ്ടെഴുതിയ കൽപ്പലകൾ എഴുതിയ കൽപ്പനകൾ കൊടുത്തു. ഈ പുള്ളി ഭയങ്കര ദേഷ്യക്കാരനാണ്. ഈ കൽപ്പലകളുമായി പുള്ളി താഴേക്ക് മോശ വരുമ്പോൾ അവിടെയുള്ള ആളുകളുടെ സ്വഭാവം കണ്ടിട്ട് അദ്ദേഹം ഈ പലക പൊട്ടിച്ചു കളഞ്ഞു. ഈ പലക പൊടിച്ചു കളഞ്ഞു. എന്തോ ഒരു ദേഷ്യക്കാരനാണ് പുള്ളി. നമ്മളെക്കാൾ ദേഷ്യമുള്ള ആൾക്കാരോ? മോശ നമ്മളെക്കാളൊക്കെ ദേഷ്യക്കാരനായിരുന്നു. നമ്മൾ പറയുന്നത് ഈ പുള്ളി ഭയങ്കര ദേഷ്യക്കാരനാണെന്ന്. നമ്മളെക്കാൾ ദേഷ്യം ഉണ്ടായിരുന്നു മോശയ്ക്ക്. ഭയങ്കര ദേഷ്യക്കാരൻ. ദൈവമല്ലേ എഴുതി കൊടുത്തത്, വിരൽ കൊണ്ട് എഴുതി കൊടുത്ത പൊട്ടിച്ചു കളയാൻ പാടുണ്ടോ? മോശ, അത് ദൈവം നിനക്ക് തന്ന എന്തേലും നീ പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ടോ? ഇല്ലാതാക്കിയിട്ടുണ്ടോ? ഇനി ഞാൻ കാണുന്നത് മോശയെ അടിക്കാൻ ദൈവം ഒരു വടി വെട്ടിക്കൊണ്ടുവന്ന് മോശനെ അടിക്കാൻ ഓടുന്ന ദൈവത്തെ ബൈബിളിൽ കാണുന്നില്ല. നമ്മളാണെ പറയില്ലേ, എടാ എത്ര കാര്യമായിട്ടാണ് നിന്റെ കയ്യിൽ അത് ഏൽപ്പിച്ചത്, നീ അത് ശ്രദ്ധയില്ലാതെ കൊണ്ട് തകർത്ത് കളഞ്ഞല്ലോ, 2 എണ്ണം നിനക്കിട്ട് തരാൻ പോവാണെന്ന് പറയും. നമ്മളാണെ പറയും ചിലപ്പോൾ കൈനീർ തുറന്ന് കൊടുത്തുന്നിരിക്കും, ചിലപ്പോൾ 2 വർത്താനം പറയും. ഇവിടെ നമ്മൾ ദൈവത്തെ കാണുകയാണ്. മോശയെ അടിക്കാൻ കൈ ഓങ്ങുന്നൊരു ദൈവത്തെ കാണുന്നില്ല. വടിയെടുത്ത് പുറകെ ഓടിച്ചെന്ന് നീ ഞാൻ തന്ന കൽപ്പനകൾ തകർത്തോ എന്നും പറഞ്ഞല്ല ചെല്ലുന്നത്. ശ്രദ്ധിച്ചു കേട്ടത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ദൈവം തന്ന എന്തെങ്കിലും പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ദേഷ്യം കൊണ്ട്, സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ട്, ശ്രദ്ധയില്ലായ്മ കൊണ്ട്. ഒരുപക്ഷെ നിനക്ക് ദൈവം നല്ലൊരു കുടുംബജീവിതം തന്നു കാണും. ആദ്യമൊക്കെ നീ പറഞ്ഞു എന്ത് നല്ല കുടുംബജീവിതമാണ്. പിന്നെ നിന്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നീ അത് പല സമയത്തായത് പൊട്ടിച്ചു കളഞ്ഞു. നിനക്ക് നല്ലൊരു ഭാവി, പഠിക്കാൻ ബുദ്ധി, പ്രവർത്തിക്കാൻ ശക്തി എല്ലാം തന്നു. പക്ഷെ നിന്റെ ഉഴപ്പ് കാരണം, നിന്റെ കൂട്ടുകെട്ട് കാരണം, നിന്റെ കുറെ ബന്ധങ്ങൾ കാരണം നീ അത് പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ടാകും ഈ നിമിഷം വരെ. പലരും അങ്ങനെയാണ്. പലർക്കും ദൈവം കൊടുത്തത് പലതും പൊട്ടിച്ചു കളഞ്ഞു. അത് വായിച്ചു കേൾപ്പിക്കാം. 32-ാം അധ്യായം 19-ാമത്തെ വാക്യം. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നത്. മോശ 32-ാം അധ്യായം 19-ാമത്തെ വാക്യം. മോശ പാളയത്തിന്റെ അടുത്തേക്ക് ഈ കൽപ്പലകളുമായി വരുമ്പോൾ, സന്തോഷത്തോടെ വരുമ്പോൾ കാളക്കുട്ടിയെ കണ്ടു. കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു. അവർ നൃത്തം ചെയ്യുന്നത് കണ്ടു. ആരുടെ മുമ്പിൽ? ഒരു കാളക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിന്റെ മുമ്പിൽ ചാടി തുള്ളുന്നത് കണ്ടു. അവന്റെ കോപം ആളിക്കത്തി. മോശയ്ക്ക് കാൽവരൽ, ചിലർ പറയില്ല എന്റെ പെരുവരൽ പെരുത്ത് കയറുന്നു, അതുപോലെ ഭയങ്കര ദേഷ്യമുണ്ടായി. ഭയങ്കര ദേഷ്യം ആളിക്കത്തി. ഉടനെ അവൻ എന്തു ചെയ്തു? അവൻ കൽപ്പലകൾ വലിച്ചെറിഞ്ഞ് ദൈവം കൊടുത്ത ആ നല്ല കൽപ്പലകൾ ഒരൊറ്റ ഏറെറിഞ്ഞു. ദൈവം തന്ന എന്തെങ്കിലും നീ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ദൈവം തന്നതാണ്, സമ്പത്ത്, ആരോഗ്യം, എന്തെങ്കിലും വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? ജീവിതം ദൈവം പുതുക്കി പണിയുന്ന കാര്യം പറയുന്നത് പേടിപ്പിക്കാനല്ല. വലിച്ചെറിഞ്ഞു. മലയുടെ അടിവാരത്തിൽ വെച്ച് അവ തകർത്തു കളഞ്ഞു. മലയുടെ താഴേക്ക് വന്നിട്ട് മലയുടെ മുകളിൽ നിന്ന് 2 കൈ നീട്ടി ദൈവം സ്വന്തം വിരലുകൊണ്ട് എഴുതിയ, നമ്മളാണ് ചിന്തിച്ച്, നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരെങ്കിലും വലിയ ഉയർന്ന നിലയിലുള്ള ഒരാൾ നമ്മുടെ ഡയറിയിലോ ബുക്കിലോ ഒരു പേരെഴുതി ഒരു ഒപ്പിട്ട് തന്നാൽ നമ്മളത് നിധി പോലെ ചിലപ്പോൾ വളരെ കാര്യമായി സ്വീകരിച്ചു, അത് കളയത്തില്ല, സൂക്ഷിച്ചു വയ്ക്കും. ഒരു ഫോട്ടോയാണെങ്കിൽ പോലും അത് കളയാൻ ഇഷ്ടപ്പെടില്ല, അത് മാഞ്ഞു പോകാത്ത രീതിയിൽ വയ്ക്കും. ഇത് ലോകത്തെ സൃഷ്ടിച്ച ദൈവം എഴുതി കൊടുത്ത പലക വലിച്ചെറിഞ്ഞു. അതുമാത്രമല്ല, അതിനെ തകർത്തു കളഞ്ഞു. ഇനി ദൈവം വെറുതെ ഇരിക്കുവോ? ഇനി ദൈവം ശിക്ഷിക്കില്ലേ? നമുക്ക് തോന്നും ഇനി ശിക്ഷയുടെ കാലമാണെന്ന്. ഒറ്റ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്തു. നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ ദൈവം തന്ന എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ദൈവം തന്നതെങ്കിലും ഏതെങ്കിലും തകർത്തു കളഞ്ഞിട്ടുണ്ടോ? ആ വാക്കാണ് ഇവിടെ ഉള്ളത്, തകർത്തു കളഞ്ഞു. ചില വ്യക്തികൾക്ക് ദൈവം നല്ല ആരോഗ്യം നൽകി, മദ്യപിച്ചും ലഹരി വസ്തുക്കളും ഉപയോഗിച്ച് ദൈവം അവന് സമ്മാനമായി കൊടുത്ത അവന്റെ ശരീരം അവൻ തകർത്തു കളഞ്ഞു. ചില വ്യക്തിക്ക് ദൈവം നല്ല കഴിവ്, ടാലന്റ്, ഗിഫ്റ്റ് കൊടുത്ത് അതെല്ലാം ശ്രദ്ധിക്കാതെ, അതിന് വില കൊടുക്കാതെ, അതിനെ പരിഹസിച്ചും പുച്ഛിച്ചു തള്ളിയും തകർത്തു കളഞ്ഞു, വലിച്ചെറിഞ്ഞു. ഇനി അടുത്ത വാക്യം കേൾക്കണം. 34-ാം അധ്യായം 1 മുതലുള്ള 1 മുതൽ 34-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇത്രയും ദേഷ്യം കാണിച്ച മോശയെ വലിച്ചെറിഞ്ഞു, പൊട്ടിച്ചു, തകർത്തു കളഞ്ഞു, തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. പക്ഷെ മോശയോട് ദൈവം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മോശെ, തകർത്ത് കളഞ്ഞു, പൊട്ടിച്ചു കളഞ്ഞു, പൊടിയാക്കി കളഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട. നാളെ രാവിലെ നീ ഒരുങ്ങി മലയിലേക്ക് കയറി വാ, ഞാൻ ഒന്നും കൂടെ നിനക്ക് എഴുതി തരാം. ആമേൻ. നമ്മളാണെ പറയുമോ? ഇതാണ് ദൈവത്തിൻ്റെ ക്യാരക്ടർ. അല്ലാതെ മോശയോട് ചോദിച്ചാൽ നീ എനിക്ക് എന്തോ ഒരു ദേഷ്യമായത്,
ഇത്രയും ദേഷ്യം നിനക്ക് ശരിയല്ല കേട്ടോ. നിനക്കിട്ട് ഞാനൊരു പണി തരുന്നുണ്ട്. ഒരു വലിയ ശിക്ഷ നിന്റെ തലമുറയുടെ മേൽ വരാൻ പോവാണ്. ദൈവം എഴുതി കൊടുത്ത കൽപ്പനകൾ വലിച്ചു പൊട്ടിച്ച് കളഞ്ഞ് തവിടുപൊടിയാക്കിയിട്ട് നിൽക്കുമ്പം ദൈവം എന്നാ പറയുന്നതെന്ന് കേട്ടെ. 44-ാം അധ്യായം 1 മുതലുള്ള വാക്യം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ആദ്യത്തേതുപോലെയുള്ള 2 കൽപ്പലക ചെത്തിയെടുക്കുക. വളരെ സിമ്പിളായിട്ട് വളരെ സ്നേഹത്തോടെ പറയുക. പോയതൊക്കെ പോട്ടെ, നീ പൊട്ടിച്ചു കളഞ്ഞു, ശരി തന്നെ, സാരമില്ല. നീ തകർത്തു കളഞ്ഞു, ശരി തന്നെ, സാരമില്ല. നീ നാളെ ഒരു കാര്യം ചെയ്യ, 2 കൽപ്പലകൾ ചെത്തിയെടുക്കുക. നീ ഉടച്ചു കളഞ്ഞ പലകകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ ഞാൻ അതിൽ എഴുതി തരാം. ഞാൻ നിനക്കൊന്നും കൂടെ എഴുതാം, വിരൽ കൊണ്ട്. നീ അത് ശ്രദ്ധയില്ലാതെ തകർത്തു കളഞ്ഞു, പക്ഷേ ഞാൻ നിനക്ക് വീണ്ടും. അപ്പോൾ ബൈബിൾ വചനം സത്യമല്ലേ? ദാവീദിന്റെ തകർന്നു പോയ കൂടാരത്തെ ദൈവം പുതുക്കി പണിയും. അത് ശരിയാണ്, അത് സത്യമാണ്. ഇതാ ബൈബിൾ എഴുതിയിരിക്കുന്നു. മോശ തന്റെ കയ്യിലുണ്ടായിരുന്ന ദൈവം എഴുതിയ പലക പൊട്ടിച്ചു കളഞ്ഞപ്പോൾ പറയുകയാണ്, ഞാൻ അതിൽ ഒന്നും കൂടെ എഴുതാം, നീ പേടിക്കൊന്നും വേണ്ട. എന്തു ചെയ്താൽ മതി? പ്രഭാതത്തിൽ തന്നെ തയ്യാറാകണം. സീനായി മലമുകളിൽ എന്റെ മുമ്പിൽ നീ സന്നിഹിതനാകണം. നീ രാവിലെ എഴുന്നേറ്റ്, ആരും കൂട്ടുവന്നും വേണം, നീ ദൈവസന്നിധിയിലേക്ക് വരണം. അവിടെ വച്ച് ഞാൻ നിനക്ക് ഒന്നും കൂടെ എഴുതി തരാം. അവിടെ ദേഷ്യപ്പെടുന്ന ദൈവത്തെ ഞാൻ കാണുന്നില്ല. വടിയെടുത്ത് പൊതിരെ തല്ലുന്നൊരു ദൈവത്തെ ഞാൻ കാണുന്നില്ല. നിനക്കൊരു ശിക്ഷ വരാൻ പോവാണ് എന്ന് പറയുന്ന ഒരു ദൈവത്തെ ഞാൻ കാണുന്നില്ല. പിന്നെയോ തകർത്തു കളഞ്ഞിട്ടും സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരു ദൈവം, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട്, ദേഷ്യം കൊണ്ട്, വിചാരം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ദൈവസന്നിധിയിലേക്ക് കയറി വരാൻ തയ്യാറാണോ? ദൈവം നിന്റെ ജീവിതത്തെ വീണ്ടും എഴുതും, വീണ്ടും നിനക്ക് ഭാവി തരും. ഇതേ വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദാവീദിന്റെ തകർന്നു പോയ കൂടാരത്തെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പുതുക്കി പണിയും. ഈ ദൈവത്തിന്റെ വചനമാണ് നിങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് സ്വീകരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ദൈവം പുതുക്കി പണിയാൻ തുടങ്ങും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ എത്രമാത്രം അത് വിശ്വസിച്ചു, എത്രമാത്രം അത് ഏറ്റെടുത്തു എന്ന് എനിക്കറിയില്ല. ഒരിക്കൽ കൂടി സിമ്പിളായിട്ട് അത് വേഗം പറയാം. ഭയങ്കര അനുഗ്രഹമുള്ള വാക്കാണ്, അതുകൊണ്ടാണ് പറയുന്നത്. പലരും പറഞ്ഞു, ഞാൻ തകർത്ത് കളഞ്ഞല്ലോ, എൻ്റെ ആ കൃപകളും ദാനങ്ങളൊക്കെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു, ഇനി എനിക്ക് ശരിയാകുമോ? ദൈവം പറയാം, നീ പ്രഭാതത്തിൽ എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിനക്കൊന്നുകൂടി എഴുതി തരാം. നിനക്ക് വലിയ കാര്യത്തിൽ ഞാൻ എഴുതി തന്നെ, ഇനി എഴുതി തരാൻ പറ്റത്തില്ല. നമ്മളാണെങ്കിൽ പറയും എഴുതി തരാനൊന്നും പറ്റത്തില്ല, ഇനി എന്നേലും ഒരു സമയമായിട്ട്, ഇനി അതിൻ്റെ സമയമൊന്നും അല്ലെന്ന് പറയും. നമ്മളാണ് ദേഷ്യപ്പെടും. ദൈവത്തിൻ്റെ മുഖത്തൊരു ദേഷ്യവുമില്ല. ദൈവം പറയാണ്, നീ ഇങ്ങോട്ട് വന്നാൽ മതി, രാവിലെ ഫ്രഷായി ഒരുങ്ങി നീ ഇങ്ങോട്ട് വാ. നമ്മളെന്തിനാ രാവിലെ 5:30 എഴുന്നേറ്റ് വചനം കേൾക്കാൻ പറഞ്ഞത്? നമ്മളും ഇതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് രാവിലെ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. എന്തിനാണ്? ദൈവം നിന്റെ തകർന്ന ജീവിതത്തെ, ഭാവിയെ വീണ്ടും അത് എഴുതി തരും, നല്ലതായി മാറ്റും, നന്മയാക്കി മാറ്റും. നിന്റെ തകർന്ന കൂടാരത്തെ, വീടിനെ, ഭാവിയെ ദൈവം പുതുക്കിപ്പണിയും. ഇത് രസക്കഥകളിലെ ഒരു രസക്കഥയല്ല, ആയിരക്കണക്കിന് കഥകളിലെ ഒരു കുഞ്ഞു കഥയല്ല. ഇത് ഏതെങ്കിലും ഒരു ആശയമോ ആശയ സംഹിതകളോ അല്ല. ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ബലമുള്ള, ജീവനുള്ള, ഇന്നും ജീവിക്കുന്ന വാക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കേട്ടെ, ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മളോടൊക്കെ പലരും പറഞ്ഞിട്ടുള്ളത്, നീ അങ്ങനൊക്കെ ചെയ്തില്ലേ, അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കുമായി ഉപേക്ഷിക്കുമെന്നാണ്. ചിലർ പറഞ്ഞു, നീ അങ്ങനൊക്കെ ചെയ്തുകൊണ്ടാണ് നിന്റെ കുടുംബത്തിൽ നിന്ന് ശാപം മാറാത്തത്, നീ അങ്ങനൊക്കെയല്ലേ ജീവിച്ചത്, അതുകൊണ്ട് നീ അങ്ങ് അനുഭവിച്ചോ എന്നൊക്കെയാണ് നമ്മളോട് പലരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മറ്റൊരു സ്വരമാണ് ഞാൻ ബൈബിളിൽ കണ്ടത്, ദൈവവചനത്തിൽ കണ്ടത്. മോശ നിസ്സാരമായ തെറ്റൊന്നുമല്ല ചെയ്തത്. ദൈവം എഴുതി കൊടുത്ത കൽപ്പലക ദേഷ്യം വന്നപ്പോൾ എറിഞ്ഞു പൊട്ടിച്ചു എന്ന് മാത്രമല്ല, അതിനെ പൊടിച്ച് തവിട് പൊടിയാക്കി കളഞ്ഞു. ദേഷ്യം വന്നു എറിഞ്ഞു ഒന്ന് പൊട്ടിപ്പോയതാണ്, വല്ല പശ വെച്ച് ഒട്ടിച്ചെടുക്കായിരുന്നു. ഇത് പൊടിച്ചു കളഞ്ഞു. അത് പൊടിച്ചു കളഞ്ഞു എന്ന് ദൈവവും അറിഞ്ഞു. എന്നിട്ട് പറയുവാണ്, അത് സാരമൊന്നുമില്ല, നീ നാളെ നേരം വിളിക്കുമ്പം ഒരു പലകയായിട്ട് ഇങ്ങോട്ട് വാ, ഞാൻ ഒന്നും കൂടെ അത് എഴുതി അങ്ങ് തരാം. ആ ദൈവത്തെ നമുക്കെങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, എനിക്ക് പ്രാർത്ഥന വേണ്ട, എനിക്ക് വിശ്വാസം വേണ്ട, എനിക്ക് പള്ളി വേണ്ട, എനിക്ക് ആരാധന വേണ്ട? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും?
ഇത്രയും നല്ലൊരു ദൈവം നമുക്കുണ്ടെങ്കിൽ അത്രയും നല്ല അനുഗ്രഹവും നമുക്ക് അവകാശപ്പെട്ടതാണ്. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളും ഉയർത്തി പിടിക്കുമ്പോൾ കണ്ണുകൾ അടച്ച് മോശ ദൈവത്തിൻ്റെ ആ ഒരു എഴുതി കൊടുത്ത ആ ഉടമ്പടിയുടെ പലക തകർത്ത് കളഞ്ഞു, പൊട്ടിച്ചു കളഞ്ഞു, എറിഞ്ഞു കളഞ്ഞു, ഇല്ലാതാക്കി. അയ്യോ, ഇത് വലിയ വിഷയമാകും, പ്രശ്നമാകും, ശാപം വരാൻ ചാൻസ് ഉണ്ട്, ഇനി എൻ്റെ കുടുംബം രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. ദൈവം എന്താ പറഞ്ഞത്? സാരമില്ല മോശേ, അതൊക്കെ നിന്റെ ദേഷ്യം കൊണ്ടൊക്കെ വന്ന് അതൊക്കെ സാരമില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരേക്കാൾ കൂടുതൽ എന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട്. ആരേക്കാൾ കൂടുതൽ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ പലപ്പോഴും മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു പോകും. മക്കൾ നിങ്ങളെ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു പോകും. പക്ഷെ ദൈവം നിങ്ങളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോകില്ല, പരാജയപ്പെടില്ല. ആ ദൈവം നിന്നോട് പറയുന്നു, നീ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് കയറി വാ, ഞാൻ വീണ്ടും എഴുതി തരാം, വീണ്ടും നിനക്ക് ഞാൻ കാര്യങ്ങൾ ക്രമപ്പെടുത്തി തരാം. ഒന്നെല്ലാവരും മനസ്സറിഞ്ഞൊന്ന് ആത്മാർത്ഥമായി ഒന്ന് സ്വരം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, 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 നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, ഒന്ന് ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, കൂടെയുണ്ട് യേശുവൻ, കൂടെയുണ്ട്, കൂട്ടിനായി അവൻ എൻ്റെ കൂടെയുണ്ട്. ഒന്ന് പറഞ്ഞേ, കൂടെയുണ്ട് യേശുവൻ, കൂടെയുണ്ട്, കൂട്ടിനായി അവൻ എൻ്റെ കൂടെയുണ്ട്. ഇതാണ് സത്യത്തിൽ നമ്മളുടെ കോൺഫിഡൻസ്. ഇതിൻ്റെ പേരാണ് ധൈര്യം. ഇത് പോകുമ്പോഴാണ് പലരും പറയുന്നത്, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ തോന്നുന്നില്ല. ഈ ധൈര്യമുള്ളവൻ മുന്നോട്ട് ജീവിക്കും. അത് അവൻ്റെ കോൺഫിഡൻസ് ആണ്, അതവൻ്റെ ധൈര്യമാണ്. ആര് ചിരിച്ചാലും ചിരിച്ചില്ലേലും, ആര് മൈൻഡ് ചെയ്താലും മൈൻഡ് ചെയ്തില്ലേലും, നമ്മുടെയൊക്കെ കോൺഫിഡൻസ് പോകാൻ നമ്മൾ ഇത്രയും, അവൻ എന്നെ നോക്കി ചിരിച്ചില്ല, പുള്ളി എന്നെ മൈൻഡ് ചെയ്തില്ല, അപ്പം തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ പോയി കഴിഞ്ഞു. ഇനി ഈ പള്ളിയിലേക്ക് ഞാൻ വരുന്നേ ഇല്ല, പുള്ളി എന്നെ കണ്ട് പ്രാർത്ഥിച്ചില്ല, എൻ്റെ കോൺഫിഡൻസ് പോയി, എൻ്റെ ധൈര്യം പോയി, എൻ്റെ മനോസ്വഭാവമൊക്കെ പോയി. പ്രിയപ്പെട്ടവർ, എൻ്റെ കോൺഫിഡൻസ് നിങ്ങൾ ചിരിച്ചോ ചിരിച്ചില്ലയോ അല്ല, നിങ്ങൾ എനിക്ക് വേണ്ടി എങ്ങനെ എന്നെ കാണുന്നു എന്നുള്ളതല്ല എൻ്റെ കോൺഫിഡൻസ്. ദാവീദ് പറഞ്ഞു, യഹോവയാണ്, ദൈവമാണ് എൻ്റെ ശക്തി, എൻ്റെ കോൺഫിഡൻസ് എൻ്റെ ദൈവമാണ്. ദൈവമായിരിക്കണം നിങ്ങളുടെ കോൺഫിഡൻസ്, ധൈര്യം. ഹല്ലേലൂയ. അടുത്ത വാക്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യത്തിലൂടെ കടന്നു പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവവചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് പറയാൻ പോകുന്നത് പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ചാണ്. ജോസഫിനെ കുറിച്ച് ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ തന്നെ. പക്ഷെ ഇന്നിവിടെ പ്രസംഗിക്കാൻ ഇപ്പോൾ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി പ്രസംഗിക്കുന്നതല്ല, പ്രസംഗിക്കണമെന്ന് തന്നെ പ്ലാൻ ചെയ്തു വന്നതാണ്, ആലോചിച്ചു വന്നതാണ്. ജോസഫ് ആരായിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. പ്രത്യേകിച്ച് ഇവിടെ ഈ നിയോഗം നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് പ്രത്യേകമായി എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു സന്ദേശമാണ്. ജോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 22-ാമത്തെ വാക്യമാണ്, 49-ാം അധ്യായം 22-ാമത്തെ വാക്യം. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. ഈ ഒരു മനുഷ്യനെ ദൈവം ഇപ്പോൾ ചേർത്ത് വച്ചിരിക്കുന്നത് ഒരു വൃക്ഷത്തോടാണ്. വൃക്ഷം, നമ്മൾ അങ്ങനെ ആരും പറയാറില്ലല്ലോ, ഈ പുള്ളി ആ പുള്ളിയെ പോലെ ഇരിക്കുന്നു, ഈ പുള്ളി ആ മരത്തെ പോലെ ഇരിക്കുന്നു നമ്മൾ പറയുമോ? ഈ പുള്ളി അപ്പുറത്തേക്ക് തേക്ക് മരത്തെ പോലെ ഇരിക്കും നമ്മൾ പറയില്ല. പക്ഷെ ദൈവവചനം ഒരാളെ നോക്കിയിട്ട് പറയാണ്, ജോസഫ് ഫലമുള്ള വൃക്ഷം പോലെയാണെന്ന്. ഫലമുള്ള വൃക്ഷമോ? അപ്പൊ ചുമ്മാ നിൽക്കുന്ന വൃക്ഷമല്ല, നാട്ടുകാർക്ക് മുഴുവൻ ശല്യമായി നിൽക്കുന്ന ഒരു വൃക്ഷമല്ല, ഉപകാരമുള്ള വൃക്ഷമാണ്. നിങ്ങൾ എഴുതിയിട്ട നിയോഗവും ഫലസമൃദ്ധിയുള്ള ഒരു വൃക്ഷം പോലെ ആകണം. അതിന്റെ തണൽ നിങ്ങൾ അനുഭവിക്കാൻ കഴിയണം, അതിന്റെ ഫലവും നിങ്ങൾ അനുഭവിക്കാൻ കഴിയണം. ഹല്ലേലൂയ. എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നതിന്റെ ഗുണമാണ് പറയാൻ പോകുന്നത്. ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അടുത്തത്, അതിന്റെ ശാഖകൾ. ഏത്? ഈ മരത്തിന്റെ അല്ല, ജോസഫിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു മരത്തോട് ചേർത്ത് വെച്ച് ഉപമിച്ചു പറയുകയാണ്. അതിന്റെ ശാഖകൾ മതിലിനു മീതെ
പടർന്നു നിൽക്കുന്നു. അപ്പോൾ അവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോ? എന്താ ഉള്ളത്? മതിൽ. നിങ്ങൾ മതിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സെൻട്രൽ ജയിലിലാണെങ്കിൽ ഒരു മതിൽ എന്ന് പറയുന്നത് മറ്റാരും ചാടി പോകാതിരിക്കാൻ അയാളെ പൂട്ടിയിട്ടിരിക്കുന്നതാണ് മതിൽ. മതിൽ എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു തടസ്സമാണ്, ഒരു വേലിയാണ് മതിൽ. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടെ, ജോസഫ് എന്ന വ്യക്തി മതിലുണ്ടായിരുന്നു അവിടെ, പക്ഷെ പുള്ളി മതിലിന്റെ മുകളിലെത്തി. അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്ന റീസൺ? നിൽക്കുന്നത് നീരുറവയ്ക്കരികെയാണ്. എന്താണ് നീരുറവ? ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നീരുറവ ദൈവത്തെ സൂചിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു, ദൈവത്തിന്റെ വചനത്തെയും സൂചിപ്പിക്കുന്നു. നീരുറവ. ഹല്ലേലൂയ. അപ്പോൾ ജോസഫിനെ കുറിച്ച് പറയുന്നു, ജോസഫ് നിന്നത് നീരുറവയ്ക്ക് അരികെയാണ്. അതുകൊണ്ട് എന്താ ഗുണമുണ്ടായത്? അവന്റെ ജീവിതത്തിന് ധാരാളം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറെ പേരെതിരായിരുന്നു. എന്തിനു പറയണം, സ്വന്തം കൂടപ്പിറപ്പ് വരെ എതിരായിരുന്നു. സ്വന്തം സഹോദരന്മാർ വരെ പട്ടിക്കുഞ്ഞിനെ പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് കുഴിയിലിടുന്നത് പോലെയാണ് ഈ പാവം പിടിച്ച മനുഷ്യനെ മരുഭൂമിയിലെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിട്ടത്. നമ്മുടെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും അങ്ങനെ ഇടാൻ നമ്മുടെ മനസ്സ് വേദനിക്കും, മനസ്സ് പിടയും. എവിടെയെങ്കിലും വഴിയിറമ്മിക്കൊണ്ടേ ഒക്കത്തുള്ളൂ, ആരെങ്കിലും എടുത്തോട്ട് പോട്ടെ എന്നേ ഒക്കത്തുള്ളൂ. ജോസഫിന്റെ സഹോദരന്മാർ കയ്യും തലയും വാലും ഒക്കെ ഉണ്ടെങ്കിലും മനുഷ്യന്റെ മനസ്സില്ലാത്തവരായിരുന്നു. സ്വന്തം സഹോദരനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. ആ ഒരു ആദ്യം പറഞ്ഞൊരു വാക്ക് ഓർക്കട്ടെ, ചിലരൊക്കെ നമ്മളെ ചില സ്ഥലത്ത് തള്ളിയിട്ടപ്പോൾ അവര് വിചാരിച്ചു ഇവന്റെ ജീവിതം ഇവിടെ തീർന്നെന്ന്. പക്ഷെ സത്യത്തിൽ ദൈവവിശ്വാസിയായ ഒരാൾ അറിയിക്കണം, അവിടം കൊണ്ട് അവന്റെ ജീവിതം തുടങ്ങാൻ പോകുന്നു. അവിടെ അവൻ ആരംഭിക്കും. ദൈവവിശ്വാസി അല്ലാത്തവൻ എന്ത് പറയുന്നു? അവൻ സ്വന്തം കൈ ഇങ്ങനെ ഉരുട്ടിപ്പിടിച്ചു സ്വന്തം നെഞ്ചത്ത് ഇടിച്ചിട്ട് പറയും എന്റെ ഭാവി പോയി എന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അവൻ ആത്മഹത്യ ചെയ്യും, ഞാൻ ജീവിക്കത്തില്ല, ഞാൻ വിഷം കുടിക്കും, ഞാൻ ചാകും എന്ന് പൊട്ടവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവഭക്തനായ മനുഷ്യൻ പൊട്ടക്കിണറ്റി കിടക്കുമ്പോൾ അറിയാൻ പറ്റും. നാട്ടുകാരെ മുഴുവൻ പറഞ്ഞു ഇനി അവന്റെ ജീവിതം അവിടം കൊണ്ട് തീർന്നു എന്ന്. പക്ഷെ ദൈവവചനം പഠിപ്പിക്കുന്നു അവിടം കൊണ്ട് അവൻ ജീവിക്കാൻ തുടങ്ങിയത് അവിടം തൊട്ടാണ്. അവിടെ അവൻ ആരംഭിച്ചത്. എത്ര തകർന്നിരിക്കുന്നവരോടും ദൈവത്തിന്റെ ഒരു വാക്ക്, ഇവിടം കൊണ്ട് വേണം ആരംഭിക്കാൻ, ഇവിടം കൊണ്ട് വേണം ഒന്നും കൂടെ തുടങ്ങിക്കോണം, ഒന്നും കൂടെ ജീവിച്ചോണം, ജീവിച്ചു തെളിയിച്ചോണം. അനുഗ്രഹമുള്ള ഒരാളാണെന്ന് പറഞ്ഞു നടന്നാൽ പോരാ, ജീവിച്ചു തെളിയിക്കണം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എഴുതിയിരിക്കുന്ന വാക്ക്, ആ വാക്ക് ഒരുപാട് പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. ജോസഫിന് വളരാൻ പറ്റിയ ഒരു അന്തരീക്ഷമില്ലായിരുന്നു, ഫുള്ള് മതിലാണ്. പക്ഷെ ജോസഫ് ആ മതിലിന്റെ മുകളിൽ കയറി. അതെങ്ങനെ സംഭവിച്ചു? അതാണ് ദൈവാനുഗ്രഹമുള്ളവൻ ഏത് മതിലിൻ്റെയും മുകളിൽ കയറി വളരും, അതിൻ്റെ മുകളിലെത്തും. ജോസഫിനെ ആരും വളർത്തിയതല്ല, ദൈവമാണ് വളർത്തിയത്. അങ്ങനെ ഒരു വളർത്തലുണ്ട്. നമ്മൾ വിചാരിക്കും എന്നെ അവർ വളർത്തിയില്ല, എന്നെ ആ വ്യക്തി എന്നെ പരിഗണിച്ചില്ല, അവരാരും വളർത്തണ്ടെന്നേ. നിന്നെ ദൈവം വളർത്തിക്കൊള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കുന്ന നിന്നെ, നിന്റെ കുടുംബത്തെ ദൈവം വളർത്തിക്കൊള്ളും. ഒരാൾ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ മക്കൾ ഇന്ന രാജ്യത്താണ്, അവർ മനസ്സ് വച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാം. എൻ്റെ ചിറ്റപ്പൻ ഒരച്ഛനാണ്, ആ വ്യക്തി ഇന്ന രാജ്യത്താണ്, എന്നാൽ ഞങ്ങളെ ആരെയും കൊണ്ടുപോയില്ല. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, നിന്റെ ചിറ്റപ്പൻ കൊണ്ടുപോയിട്ടല്ല നീ രക്ഷപ്പെടാൻ പോകുന്നത്, നിന്നെ ദൈവമാ രക്ഷിക്കാൻ പോകുന്നത്. ദൈവം നിന്നെ വളർത്തും. നിന്നെ വളർത്താൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നോക്കി, അവിടെ ജോസഫ് എന്ന വ്യക്തി അങ്ങ് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി അങ്ങ് വലുതായതല്ല. എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് നീ കൊള്ളാം, നീ മിടുക്കനാണെന്നും പറഞ്ഞല്ല. എല്ലാവരും കൂടെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടവനാണ് ഇപ്പോൾ മതിലിൻ്റെ മുകളിൽ വളർന്നത്. ശ്രദ്ധിച്ചോ, ഞാനും ചിന്തിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച ഒരുപാട് മതിലുകൾ എൻ്റെ വളർച്ചയുടെ മുമ്പിലുണ്ട്. മനുഷ്യരുടെ രൂപത്തിലും വാക്കുകളുടെ രൂപത്തിലും പല വ്യക്തികളും മതിലായിരുന്നു, സാഹചര്യങ്ങൾ മതിലായിരുന്നു, അന്തരീക്ഷം മതിലായിരുന്നു. നീ വളരാനോ? നിനക്കതിന് കഴകത്തുണ്ടോടാ എന്ന് ചോദിച്ചവരുണ്ട്. നിനക്ക് ഈ കരിസ്മാറ്റിക് തലയ്ക്ക് പിടിച്ച് ഏതോ ഒരു ഭ്രാന്തുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. നിനക്ക് വട്ടാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അവരെക്കാൾ മുകളിൽ ഞാൻ ഇന്ന് വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവവചനത്തിൽ ഞാൻ നിന്നതുകൊണ്ടാണ്. പലരും പലതും പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ നാവുകൾ സൂചി നൂലിട്ട് തുന്നിക്കെട്ടാൻ നമുക്കാവത്തില്ല. പക്ഷെ ഞാൻ നിൽക്കുന്നു എന്നെനിക്ക് ഉറപ്പ് വേണം, എനിക്ക് നല്ല ഉറപ്പ് വേണം. ഞാൻ നിൽക്കുന്നത് എവിടെയേലും അല്ല, ഞാൻ നിൽക്കുന്നത് എങ്ങനെയോ ഒരു സ്ഥലത്തല്ല. ഞാൻ നിൽക്കുന്നത് എൻ്റെ ദൈവത്തിലും എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിലുമാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ വളർന്നിരിക്കും, ഞാൻ രക്ഷപ്പെട്ടിരിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് വളർന്നു. വളരാൻ പറ്റിയ സാഹചര്യമല്ലെന്ന് താഴെ എഴുതിയിരിക്കുവാണ്. വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. വില്ലാളികൾ ഒരുപാട് പേരുണ്ടായിരുന്നു അന്നും. വില്ലുമായിട്ട് നിൽക്കുന്നവർ ഇന്നുമില്ലേ? ഇല്ലാത്തതും ഉള്ളതും പറഞ്ഞ് നടക്കുന്നവരില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് പല കാര്യങ്ങളും വിളിച്ചു പറയുന്നവരില്ലേ? അവരുടെ പേരാണ് വില്ലാളികൾ. അവർക്കൊന്നേ അറിയത്തുള്ളൂ, നല്ല മർമ്മം നോക്കി എറിയുക. എന്നിട്ട് അവർ വലിയ മാന്യന്മാരെ പോലെ വളരെ സന്തോഷത്തോടെ നമ്മൾ നിൽക്കും, നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കും. എന്നിട്ട് നമ്മുടെ കൈ പിടിച്ചിട്ട് പറയും, നിങ്ങളാണ് സൂപ്പർ. ഈ വ്യക്തി 1/2 കിലോമീറ്റർ അപ്പുറത്തിരുന്ന് നല്ല വില്ല വിട്ടുകൊണ്ടിരുന്നത്, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം കൊണ്ടും. ഈ വ്യക്തി ഒരു ഗുണവും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളെ കാണുമ്പോൾ ഭയങ്കര ചിരി, വർത്തമാനം, സന്തോഷം. എന്ത് നല്ല മനുഷ്യനാണ്. പക്ഷെ അപ്പുറത്തിരുന്ന് എല്ലാ കുരുത്തക്കേടും ഒപ്പിച്ച ആളാണ്. പല വില്ലാളികളും ഇന്നുമുണ്ട്, കൺമുമ്പിലുണ്ട്. അവരൊക്കെ ദേഷ്യത്തോടെയല്ല നമ്മൾ നോക്കുന്നത്, ചിരിച്ചോണ്ടാണ് നോക്കുന്നത്. നമ്മൾ വിചാരിച്ചു മിത്രമാണെന്ന്, അല്ല ശത്രുവാണ്. പലരും അങ്ങനെയാണ്. അന്നത്തെ കാലത്ത് ജോസഫ് വിചാരിച്ചു ഈവൻ നല്ല ആളാണെന്ന്. പക്ഷേ അവരൊക്കെ അമ്പയിലെ പരിപാടി, വില്ലു എറിഞ്ഞു വിടുവൻ്റെ ശംഖ് തുളച്ച് കയറി അവൻ തീർന്നു പോകണമെന്ന് വിചാരിച്ച് അമ്പെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ തീർന്നു പോയില്ല. ദൈവത്തിലും ദൈവവചനത്തിലും നിൽക്കുന്നവനെതിരെ അമ്പെയ്യുന്ന വില്ലാളികളുണ്ടാവും. പക്ഷേ അവിടെ ഒന്നും അവന്റെ ജീവിതം അസ്തമിച്ചു പോകില്ല. അതിനെ പോലും ഭേദിച്ചവൻ വളരാൻ തുടങ്ങും. അവന്റെ ഗുണമല്ല, അവൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്, അവൻ നിൽക്കുന്ന ബോധ്യത്തിന്റെ ഗുണമാണ്. ദൈവത്തിലും ദൈവവചനത്തിലും നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ഒരു കാര്യം ദൈവനാമത്തിൽ പറയാൻ പറ്റും: നിങ്ങളെ ആരും വളർത്തിയില്ലേലും നിങ്ങൾ വളരും. ആരും നിങ്ങളെ ഉയർത്തിയില്ലേലും ദൈവം നിങ്ങളെ ഉയർത്തും. അയ്യോ, എന്നെ രക്ഷപ്പെടുത്താൻ ആരും ഒരു അടിൽവിരൽ പോലും ചലിപ്പിക്കുന്നില്ലല്ലോ. എൻ്റെ കുടുംബക്കാരൊക്കെ അവരുണ്ട്, ഇവരുണ്ട്, അവൻ കാനഡയിൽ ഇരിക്കുന്ന, ഒരാൾ US-ലാണ്, അവർക്കൊക്കെ ഞങ്ങളെ അങ്ങ് സഹായിച്ചുകൂടെ? അവർ സഹായിച്ചില്ലേലും നോ പ്രോബ്ലം. നിന്നെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട്. നീ ദൈവത്തിലും ദൈവവചനത്തിലും നിൽക്ക്. നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, നിന്റെ ഭാവി ദൈവം വളർത്തുന്നത് നീ കാണും. വിശ്വസിച്ച് നിൽക്കണം. എവിടെയെങ്കിലും നിന്നാ പോരാ. എല്ലാത്തിനും കുറ്റവും പറഞ്ഞ് വിമർശിച്ച് ട്രോള് ഇറക്കി എനിക്ക് പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട, എല്ലാം തട്ടിപ്പാണ്, എല്ലാം ഉടായ്പ പരിപാടികളാണ്, ഇതെല്ലാം ബിസിനസ്സാണ് എന്നും പറഞ്ഞ് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് കുറേയൊക്കെ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ഈ വചനം ഒരു തരത്തിലുള്ള ഉടായ്പുള്ളതല്ല, ഒരു തരത്തിലുള്ള തട്ടിപ്പല്ല. ഇത് ബിസിനസ് അല്ല. നിങ്ങൾ എത്ര പൈസ സ്വത്രക്കാഴ്ച ഇടും എന്നതിനെക്കുറിച്ച് അടിസ്ഥാനത്തിലല്ല ഈ വചനം പ്രസംഗിക്കുന്നത്. നിങ്ങൾ 1 രൂപ ഇവിടെ തന്നില്ലെങ്കിലും, ഒരു ഡൊണേഷനോ ഒരു പൈസയോ ഞാൻ ചോദിക്കില്ല. ആരും തന്നില്ലെങ്കിലും ഈ വചനമെങ്കിലും വിശ്വസിച്ചേറ്റെടുക്ക്. നിങ്ങൾ ജീവിതം നിൽക്കേണ്ടടുത്ത് നിൽക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വളരാൻ തുടങ്ങിയിരിക്കും. നിങ്ങൾ ഉയർച്ച പ്രാപിക്കാൻ തുടങ്ങിയിരിക്കും. നിങ്ങളുടെ ഭാവി മാറാൻ തുടങ്ങിയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത കാര്യം കൂടി, അടുത്ത 24-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടോ. എന്നാൽ അവന്റെ വില്ല് ഉറച്ചു നിന്നു. അവൻ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ആളുടെ കോൺഫിഡൻസ് പോയിട്ടില്ല, ആളുടെ ധൈര്യം പോയിട്ടില്ലെന്ന്. നമ്മളാണെ പണ്ടേ അയ്യോ ഇനി ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം എന്ന് ചിന്തിച്ച് പുറകോട്ട് പോയനേയും ബൈബിൾ പറയുന്നു അവൻ ഉറച്ചു നിന്നു. ഉറച്ചു നിൽക്കേണ്ടവരാണ് നിങ്ങൾ. തളർന്നു പോകരുത്, തളർന്നു പോയേക്കരുത്. മരണത്തെക്കുറിച്ച്, ആത്മഹത്യ